ഷെഫ് പിള്ളയുടെ വേണാട് പാൽക്കൊഞ്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരല്പം കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് മറിച്ച് മസാല പിടിച്ചതിന് ശേഷം അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. അതിലേക്ക് ഇട്ടിട്ട് ഓരോ ചെമ്മീനായിട്ട് ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് മൊത്തമായിട്ട് ഇങ്ങോട്ട് നിറച്ചിട്ടതിന് ശേഷം അത് ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം മറിക്കാൻ നേരത്ത് ഇതാ നമ്മൾ അരിഞ്ഞെടുത്ത ഇഞ്ചി, തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി മറിക്കട്ടോ. ഒന്നുകൊണ്ട് ഇളക്കി മറിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൽ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്നുകൊണ്ട് ഇളക്കി മിക്സ് ആക്കുക. നമ്മളിന്ന് ഈ വേണാട് പാൽക്കൊഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള കോക്കോത്തായിൻ്റെ തേങ്ങാപ്പാൽ ക്രീമാണ് കേട്ടോ. ഇതിലൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലാക്കി മാറ്റാം. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ച് എന്തുണ്ടാക്കണമെങ്കിലും ഈ ഒരു കോക്കോത്തായിൻ്റെ കോക്കനട്ട് ക്രീം മേടിച്ചാൽ മതി, അടിപൊളിയാണ്. എന്നിട്ട് നമ്മൾ ആ കറിവേപ്പിലും വെളിച്ചെണ്ണയൊക്കെ എല്ലാം കൂടെ മിക്സാക്കിയ തേങ്ങാപ്പാൽ ആ കൊഞ്ചിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കൂടി അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒന്നങ്ങണ്ട് ഇളക്കിയിട്ട് ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കുക. മാക്സിമം 10 മിനിറ്റ് ആട്ടോ ആ ചെമ്മീൻ്റെ വേവ്. അതിൽ കൂടുതലായത് റബ്ബർ പോലെ, അപ്പോൾ അത്രയും മതി അത്. എന്നിട്ട് എടുത്തിട്ട് ചോറിൻ്റെ മേലെ കൂടി നൂൽ പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും കൂടി അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ കോക്കോത്തായിൻ്റെ കോക്കനട്ട് മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ.